ഡോക്ടറെ, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ലൈംഗിക താല്പര്യം കൂടുതലാണോ? അതിൽ പൊതുവായ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഇതിനൊരളവ് പോലും ഇല്ല അങ്ങനെ. അതായത് നമ്മളിപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരളവ് പോലും വെച്ചിട്ട് സ്ത്രീക്കാണോ പുരുഷനാണോ ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടുതൽ, അത്തരം ഒരു ഞങ്ങളുടെ ഇവിടെ ക്ലിനിക്കിൽ ഇവളെ കൊണ്ട് സ്വൈര്യം കെട്ടെന്നും പറഞ്ഞ് ചില പുരുഷന്മാർ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടെ അവർക്ക് ലഭിക്കുന്ന ആനന്ദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് വന്നിട്ടൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. പിന്നെ ഒരു പ്രായത്തിൻ്റെ ഘടകമുണ്ട്. അതുപോലെ തന്നെ ആർത്തവ ചക്രത്തിൻ്റെ ഘടകമുണ്ട്. പീരീഡ് അടുക്കാറാകുന്ന സമയത്ത് സ്ത്രീകൾക്ക് നല്ല ലൈംഗിക താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പീരീഡിൻ്റെ സമയത്തും ചില സ്ത്രീകൾക്ക് നല്ല ലൈംഗിക താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആ പീരീഡുമായിട്ട് അതിനകത്ത് ബന്ധമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് അളവ് പോലും വെച്ചിട്ടാണ്, പുരുഷന് പീരീഡ് ഇല്ലല്ലോ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇതിൽ നടക്കില്ല. അപ്പോൾ ആർക്കാണ് കൂടുതൽ ലൈംഗിക താല്പര്യം, സ്ത്രീക്കാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ലൈംഗിക താല്പര്യം രണ്ടു കൂട്ടർക്കും ഉണ്ട്. പക്ഷേ അത് ഒതുക്കി പിടിച്ച് വയ്ക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്, പുരുഷനതില്ല. അതുകൊണ്ടാണ് പുരുഷന് ആക്രാന്തം കാണിച്ച് അവിടെ എവിടെയും പോയിട്ട് ജയിലിൽ കയറി കിടക്കണ പരിപാടികൾ ഓരോന്നാ കാണിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കാണ് ലൈംഗികമായിട്ടുള്ള താല്പര്യം കൂടുതലെന്നോ ആഗ്രഹം കൂടുതലെന്നോ പറയുന്നതിൽ തെറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദം ലഭിക്കുന്നത് ലൈംഗികതയിലൂടെയാണ്. പുരുഷന് മറ്റു പല സാമൂഹ്യ വ്യവസ്ഥിതി വെച്ചാണ് പറയുന്നത്, മറ്റ് പല കാര്യങ്ങൾ കൂടി ആനന്ദം ലഭിക്കാമോ, അല്പം വെള്ളം അടിച്ചിട്ട് കറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഇത് കാലഘട്ടം മാറിയുകൊണ്ട് പല രീതിയിൽ അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ലഭിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ കൂടെ തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് നമ്മളതിനെ ഒരു കണക്ക്, അതായത് ഇന്നതാണെന്ന് സ്ഥാപിച്ചെടുക്കാനൊന്നും കഴിയില്ല. സ്ത്രീക്ക് ലൈംഗികത കൂടുതലും പുരുഷന് ലൈംഗികത കുറവാണെന്ന്. ഏതൊരു മലയാളം പാട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ആണിനോ പെണ്ണിനോ നിയന്ത്രിക്കാനാവാത്ത പ്രണയദാഹം എന്നെങ്ങാണ്ടും പറഞ്ഞ്. ഈ പാട്ടൊക്കെ എഴുതിയ കവികളുടെ ഭാവനയും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ശാസ്ത്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. സ്ത്രീക്കാണോ പുരുഷനാണോ ലൈംഗിക ആഗ്രഹം കൂടുതൽ താല്പര്യം കൂടുതൽ എന്നൊക്കെ ചോദിച്ചാൽ അതിലെനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഏതായാലും ഞങ്ങൾക്ക് അത്ര കേസുകൾ വരാറുണ്ട്. അതായത് ഇവളെ കൊണ്ട് സ്വൈര്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചില സ്ത്രീകളെ പിടിച്ചുകൊണ്ട് അപ്പോൾ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അതായത് ഭർത്താവിൻ്റെ പോരായ്മയാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് വേണ്ടത്ര ലൈംഗികത ഇദ്ദേഹം നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡോക്ടർ, ഈ പുൾ ഔട്ട് മെത്തേഡില്ലേ, അത് സുരക്ഷിതമാണോ? അതായത് ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പുൾ ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നല്ല മൂർച്ചൻ്റെ അവസ്ഥയിൽ വന്നിട്ട് പുൾ ഔട്ടിന് പോകുമ്പോൾ ചിലപ്പോൾ അതിനപ്പുറം തന്നെ ശുക്ലബോധത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോകുമല്ലോ എന്ന് പറയാൻ നമുക്ക് ആ ടൈമിൽ, അതായത് ആ മൂർച്ചൻ്റെ അവസ്ഥയിൽ നമുക്ക് അത്രയും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പുൾ ഔട്ട് മെത്തേഡ് സുരക്ഷിതമാണ്. ശുക്ലം പോകുന്നതിനിപ്പുറം ലിംഗം പിൻവലിക്കാൻ കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണ്. പക്ഷെ അതിന് മുമ്പും ചിലപ്പോൾ ശുക്ലം പുറത്തിട്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിയില്ല. പുൾ ഔട്ട് മെത്തേഡ് ഒരു മെത്തേഡാണ്, പക്ഷെ അത് ആ രീതിയിൽ സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഡോക്ടർ, അതുപോലെ പലർക്കുള്ളൊരു സംശയമാണ്, പീരീഡ് സമയത്ത് സെക്സ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്നുള്ളത്. പീരീഡ് സമയത്ത് സെക്സ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഗർഭം ധരിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ സുരക്ഷിതത്വമാണെങ്കിൽ ഗർഭം ഒരു കാരണവശാലും ധരിക്കില്ല, അത് സുരക്ഷിതത്വമാണ്. പിന്നെ ആരോഗ്യപരമായിട്ട് പീരീഡ് സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു കുഴപ്പമില്ല. അവിടെ പ്രശ്നങ്ങളൊന്നുമുണ്ട്. രണ്ടു പേർക്കും താല്പര്യമുണ്ടെങ്കിൽ, ഒരാൾക്ക് താല്പര്യമുണ്ട് മറ്റേ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യരുത്. പിന്നെ അതൊരു വൃത്തികെട്ട രീതിയാണോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് തെറ്റാണോ എന്നും ചോദിച്ചാൽ അത് മതപരമായ കൺസെപ്റ്റൊക്കെ പലതുമുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പീരീഡ് സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ രണ്ട് വ്യക്തികൾക്കും താല്പര്യമുണ്ടെങ്കിൽ അവരങ്ങ് ബന്ധപ്പെടുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, നമ്മൾ മൊബൈൽ അധികമായിട്ട് ഉപയോഗിക്കുന്നത് ലൈംഗിക ശേഷി കുറയ്ക്കുമോ? അല്ല, ഇത് ഏത് രീതിയിൽ അതിൻ്റെ റേഡിയേഷൻ വഴിക്കാണോ കുറയ്ക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെ ബാധിക്കും. അതൊക്കെ വളരെ എന്നാ വെച്ചാൽ സാധ്യത കുറവുള്ള കാര്യമാണ്. പിന്നെ മൊബൈൽ അധികമായിട്ട് അതിനകത്ത് തന്നെ കുത്തിയിരിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലായാലും ഈ IT ഫീൽഡിലുള്ള മിക്കവർക്കും ലൈംഗികത വളരെ ഇല്ലാണ്ടാവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ വേറെ രീതിയിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. നമ്മുടെ ബ്രെയിനിൽ ലൈംഗികതയുടേതായ ചില കേന്ദ്രങ്ങളുണ്ട്. അതിന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കാത്തൊരവസ്ഥയായിരിക്കും ഈ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ. അതിപ്പോൾ എന്നും ഇങ്ങനെ എന്നാ വെച്ചിട്ട് ഡിറ്റക്റ്റീവ് സിനിമയും ഹൊറർ സിനിമയും മാത്രം കാണുന്നവന് അവന് കണ്ണു തുറന്ന് പുറത്തേക്ക് വരുമ്പോഴും സാധാരണ ലോകമല്ല അവൻ കാണുന്നത്, എല്ലാത്തിനും ആ രൂപത്തിലായിരിക്കും കാണുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള തകരാറില്ലാതെ റേഡിയേഷൻ വഴിക്കോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഇതൊക്കെ കുറേ വരട്ട് തത്വവാദം എന്ന് പറയണതാണ്. ചുമ്മാ ഒരു ഫിലോസഫി അടിച്ചേൽപ്പിക്കണം. മൊബൈൽ
മൊബൈൽ ഉപയോഗിച്ചാൽ ലൈംഗികത കുറയും. മൊബൈൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അധികമായി ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കണ്ടിരുന്നുകൊണ്ട് നിരന്തരം യൂട്യൂബ് മാത്രം കാണുകയാണെങ്കിൽ ലൈംഗികതയിലേക്ക് വരില്ല. അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ എന്നും കമ്പ്യൂട്ടർ തുറന്നിട്ടിരുന്നിട്ട് എന്നുവെച്ചിട്ട് അതിനകത്ത് മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് മാനേജർമാർ, IT ഫീൽഡ്, അവരെല്ലാം ചിന്തകൾ മാറിപ്പോവുകയാണ്. അതായത് അവരുടെയൊക്കെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന വേറെ, എപ്പോഴും മാനേജർക്ക് ടാലി ആയാലേ സമാധാനമാവുള്ളൂ. അതുപോലെ തന്നെ IT ഫീൽഡിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ പ്രൊജക്റ്റ് തീരുന്നവരെ അവന് വെപ്രാളാണ്. അങ്ങനെ വരുമ്പോൾ ലൈംഗികത ഉണ്ടാവില്ല. അതിൻ്റെ കുറ്റം മൊബൈലല്ല, നമ്മൾ എത്രത്തോളം സമയം ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടറെ, സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയും? അതിനകത്ത് സാധാരണഗതിയിൽ നമുക്ക് ഒരു കാര്യം പറയാം. ആൻറ്റി ഓക്സിഡൻസ് ഉള്ള എല്ലാ ആഹാര പദാർത്ഥങ്ങളും അതിനകത്ത് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മുരിങ്ങയില, അതുപോലെ തന്നെ ചീരയില, ഉറുമാമ്പഴം, പിന്നെ ഈന്തപ്പഴം, ഇത്തരം ബദാം പരിപ്പ്, വാൾനട്ട്, ഇതൊക്കെ കൂടെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കാനും അതിനുമൊക്കെയുള്ള ഗുണം ചെയ്യാറുണ്ട്. കഴിക്കരുതാത്ത കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് അത്ര ഗുണം ചെയ്യുന്ന കാര്യമല്ല. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഗുണം ചെയ്യുന്ന കാര്യമല്ല. കൊക്കക്കോള, മിറാണ്ട അങ്ങനെയുള്ള ആ ബീവറേജസ് ഗണത്തിൽപ്പെട്ട ഒന്നും ഗുണം ചെയ്യില്ല. പിന്നെ അതുകൂടെ തന്നെ മദ്യവും ഗുണം ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ സ്റ്റാമിന വർദ്ധിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് വ്യായാമവും ചെയ്യണം. വ്യായാമം ചെയ്യാതെ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഡോക്ടറെ, ഇപ്പോൾ പുകവലിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ പുകവലി നമ്മുടെ ലൈംഗികതനെ എങ്ങനെയാണ് ബാധിക്കുക? അയ്യോ, പുകവലിച്ചാൽ ലൈംഗികത ഇല്ലാതെ ആവും, അതിനകത്ത് ഒരു സംശയമില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ ചെറിയ രക്തക്കൊള്ളുകളെ അടച്ചു കളയും. നിക്കോട്ടിൻ്റെ ഒരു പ്രത്യേകത അതാണത്. അത് മാത്രമല്ല, പുകവലിക്കുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്രെയിനിനെ അത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിനിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഹോർമോണുകളും സ്റ്റിമുലേഷൻസും ഒക്കെ സ്ലോ ആവും. അപ്പോൾ ഹോർമോൺ ഉൽപ്പാദനത്തെ അത് ബാധിക്കുന്നുണ്ട്, ന്യൂറോണിൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ പുകവലിക്കുകയാണെങ്കിൽ മാരകമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, ക്യാൻസറും ലങ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ലൈംഗികതയെ ബാധിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ പെട്ടെന്ന് അടയും. അതിൻ്റെ എൻഡോത്തീലിയം അത് തകരാറിലാക്കും. അപ്പോൾ അത് ബ്ലോക്ക് ആവുന്നതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ബന്ധം ഇതിലേർപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വരും. ഇനി ഒരു കാര്യം കൂടെ പറയാം. പ്രമേഹമുള്ള ഒരു വ്യക്തിയോ പ്രഷറുള്ള ഒരു വ്യക്തിയോ ഹാർട്ട് അറ്റാക്ക് ഉള്ളൊരു വ്യക്തിയോ പുകവലിക്കുകയാണെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ്. അവരുടെ ലൈംഗിക ശേഷി മാത്രമല്ല, അവരുടെ അസുഖം പെട്ടെന്നങ്ങ് മൂർച്ചീകരിക്കും. അതുപോലെ തന്നെ ലൈംഗിക ശേഷി വല്ലാതെ ഇല്ലാതെയാവും. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാശ് കൊടുത്തിട്ട്, അത് പണം കൊടുത്തിട്ട് പാമ്പിനെ വാങ്ങുക എന്ന് പറയുന്ന പരിപാടിയാണ് ഈ പുകവലിക്കുന്നത്. ഇത്രയല്ല, ഇത് മറ്റു മദ്യം പോലെയൊന്നുമല്ല. ഇതെപ്പോഴും നമുക്ക് പോക്കറ്റിൽ കൊണ്ട് കിടക്കാം. മദ്യമാണ് നമ്മളൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം കിട്ടില്ല. ഒരിക്കൽ വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വലിക്കാൻ ഇങ്ങനെയുള്ള ഒരു പ്രവണത വരും. പിന്നെ അത് അവസാനം മറ്റേ ആ TV പറയുന്നോണം പുകവലി ഹൃദ്രോഗം ഉണ്ടാക്കുമെന്നല്ല, പുകവലി നിങ്ങളുടെ ലൈംഗിക ശേഷി തകർക്കും, നിങ്ങളുടെ കുടുംബം ഇല്ലാതാക്കും. അതായത് ഒരു കുടുംബം എന്ന് പറയുന്ന ഇല്ലാതാക്കും. പിന്നെ പുകവലിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യുന്നതിന് അലസത വരും, വരുമാനത്തിൽ മാറ്റം വരും. അതുകൊണ്ട് പുകവലി ഒരു രീതിയിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ള ബോർഡ് വയ്ക്കുകയല്ല വേണ്ടത്, ഈ സാധനം കംപ്ലീറ്റ് നിരോധിക്കുക വേണ്ടത്. ഡോക്ടറെ, ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നമ്മൾ സാധാരണ ഇതിൽ ആഹാരത്തിൽ കൂടെ വർദ്ധിപ്പിക്കാം, വ്യായാമം വഴിക്കും വർദ്ധിപ്പിക്കാം. പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ തീരെ ഇല്ലാത്ത വ്യക്തിയല്ല, സാധാരണ ഇതിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉള്ള വ്യക്തികൾക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുളികകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാച്ചുറലായിട്ടുള്ള ആഹാരം കഴിച്ചാൽ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അശ്വഗന്ധ, അതുപോലെ തന്നെ നായ്ക്കൊർണപ്പൊടി, ഇതിലൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുള്ള ഇതുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ പോമിഗ്രാനേറ്റ്, കാരക്കായ, ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുണ്ടാവും. മത്സ്യവും മാംസവും ഇതിനകത്ത്, മത്സ്യത്തിലൊക്കെ നല്ലവണ്ണം ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വ്യായാമം കൂടെ ചെയ്താൽ മാത്രമേ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. ഒരു വ്യായാമം ചെയ്യാതിരിക്കുന്ന വ്യക്തിക്ക് ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട്, കാരണം ഫാറ്റ് വന്നിട്ട് അടഞ്ഞു പോകും. അതുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ നല്ലതാണ്. മുരിങ്ങയില നല്ലതാണ്, അങ്ങനെയുള്ള എല്ലാം നല്ലതാണ്, പച്ചക്കറികളെല്ലാം നല്ലതാണ്. പിന്നെ പാക്കഡ് ഐറ്റംസ് കഴിയുന്നതും കഴിക്കാതിരിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിനകത്തുണ്ടാകുന്ന കെമിക്കൽസും കാര്യങ്ങളൊക്കെ ദോഷം ചെയ്യും.
ഇനി വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ലെവല് നോക്കുകയാണെങ്കിൽ അത് രാവിലെ ഒരു 10-11 മണിക്കുള്ളിൽ നോക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. വെറും ടെസ്റ്റോസ്റ്ററോൺ മാത്രം നോക്കിയിട്ട് ലൈംഗികതയെക്കുറിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ടൊരു സെക്സോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് നല്ലത്.